ഇവിടെ പരിശോധന നടത്തി അതിന് ബാൻഡേജോ മറ്റു കാര്യങ്ങളൊക്കെ നടത്തി. അതിനുശേഷം ഈ ഹോസ്പിറ്റലിൽ തന്നെ പലതരത്തിൽ ചികിത്സ തേടി എത്തിയപ്പോൾ ഇത് പരിശോധിച്ച് വിടുകയല്ലാതെ മറ്റുള്ള ആഴത്തുള്ള ഒരു പരിശോധന നടത്താൻ ഈ ഹോസ്പിറ്റൽ തയ്യാറായില്ല. യഥാർത്ഥത്തിൽ അന്ന് തന്നെ ഞരമ്പ് കട്ടായത് ഡോക്ടർമാർ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനാണല്ലോ ഡോക്ടർമാരുടെ അടുത്ത് വരുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗവൈദ്യന്മാരെടുത്തോ ആളെടുത്തോ പോയാൽ മതിയല്ലോ. ശാസ്ത്രീയപരമായ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിനകത്തേക്കും ഡോക്ടർമാരെയും വിദഗ്ധരെയും ഒക്കെ കാണാൻ ആളുകൾ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് മുറിവ് പറ്റിയത്, എന്തൊക്കെ ഇതിന് സംഭവിക്കാം, പ്രത്യേകിച്ച് കുപ്പിച്ചില്ലാണ്, പ്രത്യേകിച്ച് കൈയാണ്, ഞരമ്പ് പൊട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നോക്കി പരിശോധന നടത്തേണ്ട ഉത്തരവാദിത്വം ഡോക്ടർമാർക്കും ഇവിടെയുള്ള സ്റ്റാഫുകൾക്കുമാണ്. എന്നാൽ അതൊന്നും ചെയ്യാതെ എല്ലാം ഇത് താഴെ മുകളിലുള്ള സംവിധാനം ചെയ്ത് വിടുകയും പിന്നീട് നോക്കുമ്പോഴാണ് ഇത് ഞരമ്പ് കട്ടായതാണ് എന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ ആ കുട്ടിയുടെ 9 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയുടെ ചലനശേഷി ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായോ, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? ഇത് അന്വേഷണം നടത്താൻ വളരെ വേഗം കഴിയുന്നതാണ്. കാരണം ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന ദിവസമുണ്ട്, അതിനുശേഷം വന്ന ദിവസങ്ങളുണ്ടാവും, പരിശോധന നടത്തിയ ദിവസങ്ങളുണ്ടാവും. ഇനി ഇവിടെ നിന്ന് പറ്റില്ലെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇത് ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണല്ലോ. ഏറ്റവും വലിയ ആക്ഷേപം വരുന്ന ഒരു കാര്യം അതാണല്ലോ. കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വരുന്ന ഭൂരിപക്ഷം ആളുകളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കലാണ് ഇവിടുത്തെ ഡോക്ടർമാർ ചെയ്യാറുള്ളത്. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാലോ. ഇതുപോലും ചെയ്യാതെ മെഡിക്കൽ കോളേജിലേക്ക് പോലും റെഫർ ചെയ്യാതെ